നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. കൂടുതൽ വായ്പ, കയ്യിൽ പണം, വിലക്കയറ്റത്തിന് റീപ്പോ പരിഹാരം. റീപ്പോ നിരക്കുകൾ നമ്മളെ എങ്ങനെ ബാധിക്കും എന്ന് നോക്കാം. ഉയർന്ന വിലക്കയറ്റ നിരക്ക് നിയന്ത്രിക്കാൻ റിസർവ് ബാങ്കിൻ്റെ മാർഗങ്ങളിലൊന്നാണ് റീപ്പോ നിരക്കിൽ വരുത്തുന്ന വ്യത്യാസം. സെൻട്രൽ ബാങ്കായ റിസർവ് ബാങ്കും മറ്റ് വാണിജ്യ ബാങ്കുകളും തമ്മിൽ പണം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യാറുണ്ട്. ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന പണത്തിൻ്റെ പലിശ നിരക്കാണ് റീപ്പോ. റീപ്പോ കൂടുന്നത് വിലക്കയറ്റം ഉയർന്നു നിൽക്കുന്ന സമയത്താണ് റീപ്പോ ഉയർന്നത്. റീപ്പോ ഉയർത്തുമ്പോൾ RBIയിൽ നിന്നും പണം എടുക്കുന്ന ബാങ്കുകൾ ഉയർന്ന പലിശ നൽകണം. ചെലവ് കൂടുമെന്നതിനാൽ RBIയിൽ നിന്നും പണം വാങ്ങുന്നത് ബാങ്കുകൾ കുറയ്ക്കും. ഇതുവഴി ബാങ്കുകൾ നൽകുന്ന വായ്പ കുറയും. ഇതും ജനങ്ങളുടെ കയ്യിലെ പണലഭ്യത കുറയ്ക്കും. ഉപഭോഗവും ഡിമാൻഡും കുറയുന്നതോടെ വിലക്കയറ്റവും കുറയും. റീപ്പോ നിരക്ക് ഉയർന്നു നിൽക്കുമ്പോൾ ബാങ്കുകൾക്കുണ്ടാകുന്ന ഉയർന്ന ചെലവിന് ആനുപാതികമായ പലിശ വർധന ബാങ്കുകൾ ജനങ്ങൾക്ക് നൽകുന്ന വായ്പകളിൽ ഉണ്ടാകും. റീപ്പോ കുറയ്ക്കുന്നത് വിലക്കയറ്റം കുറഞ്ഞു നിൽക്കുമ്പോഴാണ് സാമ്പത്തിക വളർച്ച ഉറപ്പാക്കുവാനും പണലഭ്യത കൂട്ടുന്നതിനുമാണ് റീപ്പോ നിരക്ക് കുറയ്ക്കുന്നത്. റീപ്പോ കുറയ്ക്കുമ്പോൾ ബാങ്കുകൾക്ക് കുറഞ്ഞ തുകയിൽ RBIയിൽ നിന്ന് പണമെടുക്കാം. ബാങ്കുകൾ ആനുപാതികമായി പലിശ കുറച്ച് കൂടുതൽ വായ്പ നൽകും. ഇതുവഴി ജനങ്ങളുടെ കയ്യിലുള്ള പണം കൂടുകയും അവരത് ചെലവഴിക്കുകയും ചെയ്യും. പണം വിപണിയിൽ എത്തുന്നത് വഴി സാമ്പത്തിക വളർച്ചാ നിരക്ക് ഉയരും. പലിശ കുറയുമ്പോൾ എത്ര ലാഭം? 9% എന്ന കണക്കിലാണ് നമുക്ക് നോക്കാം. വായ്പ 20 ലക്ഷം എടുത്ത ഒരാൾ, കാലാവധി 20 വർഷം, പലിശ 9%, EMI 22,493 രൂപ, പ്രതിമാസ ലാഭം 400 രൂപ, പ്രതിവർഷ ലാഭം 4,800 രൂപ. 20 ലക്ഷം 20 വർഷ കാലാവധിക്ക് 8.75%, EMI 22,093 രൂപ, പ്രതിമാസ ലാഭം 400 രൂപ, പ്രതിവർഷ ലാഭം 4,800 രൂപ. 40 ലക്ഷം 20 വർഷത്തേക്ക് 9% പലിശ നിരക്കിൽ EMI 35,989 രൂപ, പ്രതിമാസ ലാഭം 641 രൂപ, പ്രതിവർഷ ലാഭം 7,692 രൂപ. 8.75%-ൽ 35,348 രൂപയും, പ്രതിമാസ ലാഭം 641 രൂപയും, പ്രതിവർഷം 7,692 രൂപയും. 50 ലക്ഷം വായ്പ 25 വർഷ കാലാവധിക്ക് 9% പലിശ നിരക്കിൽ 41,960 രൂപ, പ്രതിമാസ ലാഭം 853 രൂപയും, പ്രതിവർഷ ലാഭം 10,236 രൂപയും. 8.7% പലിശ നിരക്കിൽ 41,107 രൂപയും, 853 രൂപ പ്രതിമാസ ലാഭവും, പ്രതിവർഷ ലാഭം 10,236 രൂപയും. 60 ലക്ഷം രൂപ വായ്പ 30 വർഷത്തേക്ക് പലിശ നിരക്ക് 9% നിരക്കിൽ 48,277 രൂപ, പ്രതിമാസ ലാഭം 10,075 രൂപയും, പ്രതിവർഷ ലാഭം 12,900 രൂപയും. 8.7% നിരക്കിൽ 47,202 രൂപയും, പ്രതിമാസ ലാഭം 10,075 രൂപയും, പ്രതിവർഷ ലാഭം 12,900 രൂപയുമാണ്. ഈ കാര്യങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.